ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ 3rd ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 72 കൊടുത്തിരിക്കുന്ന ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ്. 7th ആൻഡ് 8th ഈ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 7th ക്വസ്റ്റ്യൻ നോക്കിയേ. How much more is the sum of the first 25 terms of the arithmetic sequence 15, 21, 27, etc. than the sum of the first 25 terms of the arithmetic sequence 7, 13, 19, etc. അതായത് ഇവിടെ നമുക്ക് 2 അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഏതാണ്? ഒന്ന് 15, 21, 27 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസും 7, 13, 19 എന്ന് പറയുന്ന വേറൊരു അരിത്തമെറ്റിക് സീക്വൻസും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് രണ്ടിൻ്റെയും. അപ്പം ആദ്യത്തെ ടേം നമുക്കറിയാം, ആദ്യത്തെ സീക്വൻസ് കുറച്ച് ടേംസ് വലുതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സമ്മ് എന്തായാലും കൂടുതലായിരിക്കും. അത് എത്ര കൂടുതലാണ് ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് ആദ്യത്തെ സീക്വൻസിൻ്റെ എത്ര കൂടുതലാണ് രണ്ടാമത്തെ സീക്വൻസിനേക്കാളും, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രണ്ടിൻ്റെയും സെപ്പറേറ്റ് 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് അതിൻ്റെ ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നോക്കുക, ഇതിലെ കോമൺ ഡിഫറൻസ് എത്ര വരുന്നത്? 6 ആണ് അല്ലേ. ഡി ഈസ് ഈക്വൽ ടു 6 ആണ് രണ്ടിൻ്റെയും വരുന്നത്. 15 + 6 21, 21 + 6 27. ഇവിടെ അതുപോലെ തന്നെ 7 + 6 13. അപ്പോൾ കോമൺ ഡിഫറൻസ് രണ്ടിനും ഒരേപോലെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്താ? ആദ്യത്തെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം, അതായത് x1 എന്ന് പറയുന്നത് 15 ആണ്. രണ്ടാമത്തെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം x1 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരണത്? 15 - 7 8 അല്ലേ. 8 ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. സെക്കൻഡ് ടേം നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. 21 - 13 എന്ന് പറയുമ്പോൾ 8 ആണ്. തേർഡ് ടേം നോക്കി നോക്കിയേ, 27 - 19 എന്ന് പറയുമ്പോഴും 8 ആണ്. നമുക്ക് എത്ര ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം? 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മ് കാണുമ്പോൾ ഓരോ ടേമുകളുടെ ഡിഫറൻസ് 8 ആണ്. അങ്ങനെ എത്ര ടേം ഉണ്ട്? 25 ടേംസ് ഉണ്ട്. അപ്പോൾ എത്ര വരും കൂടുതൽ? 25 × 8, അതായത് 200 ആണ് ആദ്യത്തെ സീക്വൻസിൻ്റെ സമ്മ് രണ്ടാമതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായതോ? ഓരോ ടേമുകൾ തമ്മിൽ 2 സീക്വൻസും തമ്മിൽ 8ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 25 ടേംസിൻ്റെ സമ്മാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ ടേമുകളും 8 വെച്ച് കൂടുതലാണ് ആദ്യത്തെ സീക്വൻസിൻ്റെ അല്ലേ. അപ്പോൾ മൊത്തം 25 ടേംസ് ഉണ്ടെങ്കിൽ 25 × 8 200 കൂടുതലായിരിക്കും ആദ്യത്തേതിന് രണ്ടാമത്തേതിനേക്കാൾ അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതാണ്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ സമ്മ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ഡിഫറൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, അത് സീക്വൻസ് തന്നിട്ടില്ല, അതിൻ്റെ 10th ടേം അതായത് x10 എന്ന് പറയുന്നത് 50 ആണ്. അതേപോലെ തന്നെ 21st ടേം അതായത് x21 എന്ന് പറയുന്നത് 75 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ഫസ്റ്റ് 30 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കിയ 30 ടേംസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? n/2 × x1 + 30 ടേംസിൻ്റെ സമ്മ. അപ്പോൾ ലാസ്റ്റ് ടേം 30 ആണ് വരിക. x1 + x30 എന്ന് പറയുന്നത് 30 ടേംസ് ആണ് അല്ലേ. അപ്പോൾ 30/2 × x1 + x30. 30/2 എന്ന് പറയുമ്പോൾ 15 അല്ലേ, ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ x1 + x30 ഫസ്റ്റ് ടേമും 30th ടേമും കൂടി ആഡ് ചെയ്തിട്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ x1 ഉം x30 നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് 10th ടേമും 21st ടേമുമാണ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ടേമും 30th ടേമും കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ ഫസ്റ്റ് ടേം + 30th ടേം അങ്ങനെ കിട്ടിയാലും മതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ 2 ടേമിൻ്റെ പൊസിഷൻ നോക്കിയേ. 10th ടേം അതുപോലെ തന്നെ 21st ടേം, ആ പൊസിഷൻ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക. 10th ടേം എന്ന് പറയുമ്പോൾ 10, 21st ടേം എന്ന് പറയുമ്പോൾ 21. അപ്പോൾ എത്ര കിട്ടി? 31 എന്ന് കിട്ടി. ഇനി അതിൻ്റെ സമ്മ് എത്രയാണ്? ആദ്യം പൊസിഷൻ ആഡ് ചെയ്തു, അതിനുശേഷം ടേം ഒന്ന് ആഡ് ചെയ്യുക. 10th ടേം 50യും 21st ടേം എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 125 എന്ന് കിട്ടി. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇതൊരു പെയറാണ്. 10th ടേമും 21st ടേമും ഒരു പെയറായിട്ട് എടുത്തു. അപ്പോൾ പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ 31 കിട്ടി.
അപ്പം ഇതേ ഒരു 31 വരുന്ന രീതിയിൽ നമുക്ക് ഏത് രണ്ട് ടേമുകൾ നമ്മൾ ആഡ് ചെയ്താലും അതിൻ്റെ സം എന്ന് പറയുന്നത് 125 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 11th ടേം എടുത്തു. 11th ടേമിൻ്റെ കൂടെ 31 ആണ് നമുക്ക് പൊസിഷൻ സം വരേണ്ടത്. അപ്പോൾ 20 ആഡ് ചെയ്യാം. അപ്പോൾ 11 + 20 എന്ന് പറയുന്നത് എന്താണ്? 31 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 11th ടേമും അതേപോലെ തന്നെ 20th ടേമും ഈ രണ്ട് ടേം മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ സം എത്ര കിട്ടുക? 125 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തായിരുന്നു? ഫസ്റ്റ് ടേമും 30th ടേമും. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ 1ഉം 30th ടേമിൻ്റെ 30യും ആഡ് ചെയ്യുമ്പോൾ എന്താണ്? പൊസിഷനുകൾ ആഡ് ചെയ്തപ്പോൾ 31 കിട്ടി. കണ്ടോ? ഈ ഒരു പെയറിൽ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ടേമിൻ്റെയും 30th ടേമിൻ്റെയും സം ആ രണ്ട് ടേമുകൾ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 125 കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ രണ്ട് ടേം തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടേമും 30th ടേമും എന്താ നമുക്കറിയില്ല, പക്ഷെ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 125 ആണെന്ന് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 15 × x1 + x30 എന്ന് പറയുന്നത് 125 ആണ്. ജസ്റ്റ് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 1875 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 30 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 1875 ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. 10th ടേം കാണാനും സമ്മ് കാണാനും അങ്ങനെ പല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. 10th ടേം വെച്ചിട്ട് സമ്മ് കാണാനും സമ്മ് വെച്ചിട്ട് 10th ടേം കാണാനും നോർമൽ സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ 10th ടേം സമ്മ് കണ്ടുപിടിക്കാൻ അങ്ങനെ പലതും നമ്മൾ ഡിസ്കസ് ചെയ്തു. വെറും 2 ആക്ടിവിറ്റി മാത്രമേ ഇതിലുള്ളൂ. വളരെ ഈസി ആയിട്ടൊരു ചാപ്റ്ററാണ്. നല്ലതുപോലെ പഠിക്കുക. ഇതിലത്തെ ഒരു ക്വസ്റ്റ്യനും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക്